ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ചാണ്, തൊഴിൽ നികുതിയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഏത് ഗ്രാമപഞ്ചായത്തിലാണോ, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏരിയയ്ക്കുള്ളിലാണോ തൊഴിൽ ചെയ്യുന്നത്, ആ ഏരിയയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തൊഴിൽ നികുതി കൊടുക്കണമെന്ന് പാർലമെൻറ്റ് നിയമം മൂലം പാസ്സാക്കിയിട്ടുണ്ട്. അതിന് വാങ്ങാവുന്ന പരമാവധി തുകയെക്കുറിച്ചും പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടിയ തൊഴിൽ നികുതി വാങ്ങുന്ന ഒരു സംസ്ഥാനത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു വ്യക്തി പരമാവധി കൊടുക്കുന്ന, ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന തൊഴിൽ നികുതി 2500 രൂപയാണ്. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഈ തൊഴിൽ നികുതിയുടെ താരിഫ് ഇതിൻ്റെ പകുതിയും അതിൽ താഴെയുമാണ്. സാരമില്ല, നമ്മുടെ തൊഴിൽ നികുതി നമുക്കൊരു വരുമാനം ഉണ്ടാകുമ്പോൾ സർക്കാരിന് കൊടുക്കുന്നത് നല്ലതാണ്. ആ തൊഴിൽ നികുതിയുടെ താരിഫിനെക്കുറിച്ചുള്ള നിങ്ങളെ ബോധവാനാക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം അവൻ്റെ വരുമാനം 1999 രൂപ, അതായത് 2000 രൂപയിൽ താഴെയാണെങ്കിൽ അവന് തൊഴിൽ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 2000 രൂപ മുതൽ ഒരു 3000 രൂപ വരെ ആണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് 6 മാസത്തേക്ക് 120 രൂപ തൊഴിൽ നികുതി കൊടുക്കണം. ഒരു 3000 രൂപ മുതൽ 5000 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് 180 രൂപ തൊഴിൽ നികുതി കൊടുക്കണം. അവൻ ഒരു മാസം 5000 രൂപ മുതൽ 7499 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് 6 മാസത്തേക്ക് 300 രൂപ കൊടുക്കണം. 7500 രൂപ മുതൽ 9999 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ 450 രൂപ ഗ്രാമപഞ്ചായത്തിന് 6 മാസത്തേക്ക് കൊടുക്കണം. 10000 രൂപ മുതൽ 12499 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കേണ്ട തുക 600 രൂപയാണ്. 12500 രൂപ മുതൽ 16666 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് 6 മാസത്തേക്ക് കൊടുക്കേണ്ട തൊഴിൽ നികുതി 750 രൂപയാണ്. 16667 രൂപ മുതൽ 20833 രൂപ വരെയാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കേണ്ട തൊഴിൽ നികുതി 6 മാസത്തേക്ക് 1000 രൂപയാണ്. 20384 രൂപ മുതൽ മുകളിലേക്കാണ് അവൻ്റെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അവൻ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കേണ്ട 6 മാസത്തെ തൊഴിൽ നികുതി എന്ന് പറയുന്നത് 1250 രൂപയാണ്. അതായത് ഒരു വർഷം 2500 രൂപ. അത് 6 മാസം കൂടുമ്പോൾ 2 ഗഡുക്കളായിട്ടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത്. എന്നാൽ വ്യവസായ സ്ഥാപനങ്ങളോടും കച്ചവട സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ പഞ്ചായത്തിൽ പോയി ഇടയ്ക്ക് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ലൈസൻസ് പുതുക്കാൻ വരുന്ന സമയത്ത് പഞ്ചായത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ തൊഴിൽ നികുതി ഒരു വർഷത്തേത് ഒരുമിച്ച് വാങ്ങുന്ന ഒരു സമ്പ്രദായവും ചില പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി, അതാണ് നിയമത്തിൽ പറയുക. സ്ഥാപനങ്ങളുടെ മേധാവികൾ എപ്പോഴും ഉദ്യോഗസ്ഥരുടെ ശമ്പളം വരുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് അടയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെ, നിങ്ങൾ അടയ്ക്കുന്ന നികുതിയെക്കുറിച്ചൊരു ബോധവാനാകുക. ഇത് ഗ്രാമപഞ്ചായത്തിന് ഞാൻ കൊടുക്കുന്ന നികുതി എൻ്റെ കണക്കിനനുസരിച്ചാണോ? ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ചിലപ്പോൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ 2000 രൂപ അടയ്ക്കാൻ പറയും. പക്ഷേ ഇത്രയും നികുതി ഞാൻ അടയ്ക്കണോ എന്ന് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അവർക്കൊരു ഉത്തരമാണ് ഞാൻ ഈ തന്ന ഈ വീഡിയോ. നിങ്ങളുടെ വരുമാനം നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടുന്ന വരുമാനം രേഖാമൂലം നിങ്ങളൊരു ബുക്ക് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി കഴിഞ്ഞാൽ സെക്രട്ടറിക്ക് നിങ്ങളുടെ ഇന്ന് ഇത്രയേ ഈടാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ GST ഉള്ള കച്ചവടക്കാരാണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവറിനകത്ത് നിങ്ങളുടെ ലാഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ലാഭം എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കും. അല്ലെങ്കിൽ പഞ്ചായത്ത് പറയുന്ന ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് താരിഫിനെ കുറിച്ച് ബോധവാന്മാരാകുക. പ്രൊഫഷണൽ ടാക്സ് കൃത്യമായി ഞാൻ എനിക്ക് കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന വരുമാനത്തിന് ആസ്പദമായി പഞ്ചായത്തിൽ കൊടുക്കാൻ നിങ്ങൾ കടപ്പാടുണ്ടെന്നുള്ള ബോധത്തോടു കൂടി അത് കൃത്യമായി നിർവഹിക്കുക. അതുകൊണ്ട് പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു മറുപടി എന്നവണ്ണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.